ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള ഒരു ചോദ്യവും അതിന് ഞങ്ങൾക്കുള്ള ഉത്തരവുമാണ് നൽകുന്നത്. ഏതാണ് ഡെൻഡ്രോബിയം ഓർക്കിഡിന് ഏറ്റവും പറ്റിയ പോട്ടിംഗ് മീഡിയം? പലരും ഓർക്കിഡ് പോട്ടിങ്ങിനായി ചകിരി, കരി, ഓട്, തടി തുടങ്ങി മെറ്റൽ പീസ് വരെ ഉപയോഗിക്കാറുണ്ട്. ഏതാണ് നല്ലത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നൽകുന്നത്. ലോകവ്യാപകമായി ഡെൻഡ്രോബിയം പോട്ടിങ്ങിനായി ട്രീറ്റ് ചെയ്ത ചകിരിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഫംഗസ് മൂലമുള്ള വേര് ചീയൽ കാരണം പലരും മറ്റ് മീഡിയങ്ങളിലേക്ക് മാറി പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഈ മീഡിയങ്ങളിൽ വളരുമ്പോൾ ഓർക്കിഡിൻ്റെ വളർച്ച വളരെ സ്ലോ ആയി കാണപ്പെടുന്നു. ചകിരി ഉപയോഗിച്ച് പോട്ട് ചെയ്യുമ്പോൾ ഓർക്കിഡ് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിക്കുകയും വേഗത്തിൽ വളർച്ചയെത്തുന്നതുമാണ് കണ്ടുവരുന്നത്. ചെറിയ സീഡ്ലിങ്സ് നടുമ്പോൾ മീഡിയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ ഏറ്റവും അനുയോജ്യം ചകിരി തന്നെയാണ്. ഓർക്കിഡ് വളരുന്ന സ്വാഭാവിക സാഹചര്യങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ചകിരിയിൽ നടുമ്പോൾ വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുകയും അതിവേഗം വേര് പിടിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമ്മൾ കൊടുക്കുന്ന പോഷകങ്ങൾ നഷ്ടപ്പെടാതെ മീഡിയത്തിൽ തങ്ങി നിൽക്കുകയും ചെടികൾക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഈർപ്പം ഹോൾഡ് ചെയ്യുന്നതിനാൽ ചെടിക്ക് ചുറ്റും ഉയർന്ന ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. ഓർക്കിഡ് പ്ലാന്റുകൾ വേര് ചീഞ്ഞ് നശിക്കുന്നതിന് പ്രധാന കാരണം ദ്രവിച്ചഴുകിയ ചകിരിയാണ്. ദ്രവിച്ച ചകിരിയിൽ കൂടുതൽ വെള്ളം തങ്ങി നിൽക്കുന്നതിനാൽ ഫംഗസും മറ്റു ദോഷകരമായ മൈക്രോ ഓർഗാനിസവും പ്രവർത്തിച്ച് ചെടിയുടെ വേരുകൾ നശിച്ച് വളർച്ച മുരടിക്കുകയും ചെയ്യുന്നു. ഈ കാണുന്ന മിനി ടൂറ്റോൺ എന്ന പ്ലാന്റ് ചകിരി അഴുകുകയും തുടർന്ന് വേരുകൾ നശിച്ച് പ്ലാന്റിൻ്റെ വളർച്ച മുരടിച്ചതുമാണ്. എന്നാൽ അഴുകിയ ചകിരി മാറ്റി പുതിയ ചകിരിയിൽ റീപ്ലാന്റ് ചെയ്തപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ തന്നെ പുതിയ ഷൂട്ട്സ് വരികയും ചെടി പൂക്കുകയും ചെയ്തു. ചകിരിയിൽ പോട്ട് ചെയ്ത് മഴ നനയാതെ ഷേഡിൽ വെച്ചാൽ ഫംഗസിൻ്റെയും ഒച്ചിൻ്റെയും ശല്യം ഒരു പരിധിവരെ തടയാൻ പറ്റും. കൂടാതെ കടുത്ത വേനൽക്കാലത്തൊഴികെ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും. ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പോട്ടിംഗ് മീഡിയമാണ് ചകിരി. സീഡ്ലിങ്സ് വളർന്നു കഴിയുമ്പോൾ വലിയൊരു പോട്ടിലേക്ക് ചകിരി, കരി, ഓട് എന്നീ പരമ്പരാഗത പോട്ടിംഗ് കോമ്പിനേഷൻ ഉപയോഗിച്ച് റീപോട്ട് ചെയ്യുകയും ആകാം. യഥാർത്ഥ പ്രശ്നം ചകിരിയല്ല, അഴുകി ദ്രവിച്ച ചകിരിയും ചകിരിയിൽ നട്ട ഓർക്കിഡിന് അമിതമായി വെള്ളം നനച്ചു കൊടുക്കുന്നതുമാണ് എന്ന സത്യം മനസ്സിലാക്കിയാൽ ധാരാളം ഷൂട്ട്സും പൂക്കളും ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ.